വാസു വേണ്ട നീ അല്ലേ പെട്ടെന്നൊന്ന് കുളിച്ച് റെഡിയാണ്. നമുക്ക് ഒരിടം വരെ പോവാം. എവിടാ? വരാപ്പുഴയിലൊരു പെണ്ണുണ്ട്, നല്ല കൂട്ടരാണ്. നമുക്ക് അവിടെ വരെ പോയി കണ്ടിട്ട് വരാം. നിനക്ക് എന്താണ് സുനി? ഇതൊരു പെണ്ണുകാരൻ കല്യാണം ശരിയാവൂല. എന്ത് ശരിയാവൂലെന്ന്? എല്ലാം ശരിയാവും. നീ എഴുന്നേറ്റ് റെഡിയായി. ഒരെന്നാലും ഇല്ല, നീ ഒന്ന് പെട്ടെന്ന് റെഡിയാവും. നമുക്ക് നമ്മുടെ വരെ പോയിട്ട് വരാം. എന്ത് കനകം? അവിടെ ബേക്കറിയിൽ അതിൽ അറബീനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. നീ ഇപ്പോഴും അത് ഓർത്തിരിക്കണം. എനിക്ക് തീവട്ടിയിൽ ആസ്ഥാന കള്ളനാണ്. അത് അവൾ കനകത്തിന് കാണിച്ചു കൊടുക്കുന്നു. കള്ളനാ? നിനക്കത് ഭ്രാന്തണ്ട. അത് മാത്രമല്ല, ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴൂല. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെയാണ്. നീ പെട്ടെന്ന് കുളിച്ച് റെഡിയാവും. അപ്പോഴേക്കും ഞാൻ പോയിട്ട് റെഡി ആയിട്ട് സുനി ഒരു എന്നാലും ഒരു തുനിയില്ല. നീ റെഡി ആയിക്കോ. ആയിന്നോട്ടോ, അവൻ ബംഗാളിന്ന് കോടികളും കൊണ്ട് തന്നെ കോടികൾ താൻ കണ്ടോ? എന്താ ഒരു മൂളല് തന്നെ ഉണ്ടല്ല. ഈ ഇരുന്ന ഇരിപ്പിൽ ഇത് കച്ചവടം നോക്കി ഞങ്ങള് കണ്ടോ? കല്യാണത്തിന് മുമ്പ് എന്നെ കൊടുന്ന് ഓടിക്കണം. എന്നെ കച്ചവടാക്കാൻ വന്നേരം. രാവിലെ ഒരു വട്ടം ഷേവ് ചെയ്യണ കണ്ടതാണല്ല. ഞാൻ ഒന്നല്ലട 2-3 വട്ടം ഷേവ് ചെയ്യും. അതിന് നിനക്കെന്താ കുഴപ്പം? ഒന്നുമില്ലേ, രാവിലെ തന്നെ സുനി വന്ന് പോണണ്ടല്ല. ഒരു പെണ്ണ് കാണച്ചടങ്ങ് മണക്കണുണ്ട്. നീ അവിടെ മണപ്പിച്ചോണ്ടായിരുന്നു. ഞാൻ പെണ്ണും കാണും കെട്ടാൻ ചെയ്യും. വേണമെങ്കിൽ കൂട്ടിന് ഞാനും വരാം. വേണ്ട, നീ ഒന്നും വരണ്ട. നീ ഒന്നൊന്നും പോയി തരാമോ? എന്റെ അമ്മോ, ഞാനൊന്നും പറഞ്ഞില്ലേ. കൂട്ടുവരാൻ നടക്കണം. ദേ വന്നടാ. റെഡി ആയില്ലേ? റെഡിയാണ്. എന്നാ വായങ്ങടേ. മുല്ലപ്പൂന് അത്രയൊക്കെ പൂശിയിട്ടുണ്ടല്ലോ. നല്ലൊരു വഴിക്ക് പോണല്ലേ. ഇരിക്കട്ടെ ഇരിക്കട്ടെ, നമുക്ക് പോയാലാ? നശിപ്പിച്ച് മേനെ കെട്ടവനെ കൊണ്ട് വലിയ പാടായല്ല. എന്താണെന്നാ സാധനത്തിന് പോയടാർന്ന്. ഇതാ ഇതിവിടെ ഉണക്കാനിട്ടാണ്. ഉണങ്ങിയിട്ട് എടുക്കുള്ളൂട്ടാ. അങ്ങനെ നീ ഇവിടെ ഇട്ട് ഉണക്കണ്ട. കാലം കുറെ ഇന്ന് തുടങ്ങിയിട്ട് ഉമ്മർത്തിട്ടുണ്ടാണ് അവന്റെ കോപ്പുണക്കല്. ഞാനിത് ഇവിടെ ഇട്ടേ ഉണക്കുള്ളൂട്ടാ. ഇവനെ ഇന്ന് ഞാൻ വാസു അതവിടെ കിടക്കട്ടെ, നമുക്ക് പോയിട്ട് വരാം. എന്തിന്? ഇവന്റെ ഈ സാധനം കണ്ടിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങിയാലും അപ്പൊ കൊണ്ടുവന്ന് വിരിക്കുക. എടുക്കണം. ഞാൻ എടുക്കൂല. ഇവിടെ ഇട്ടാലേ നല്ല അസല് പപ്പടം പോലെ ഉണങ്ങും. ഷംസേ, വാസു പറഞ്ഞാണ് അതിന്റെ ശരി. ഈ സാധനം ഉമ്മർത്തിട്ടല്ല ഉണക്കണത്. വാസു എവിടെ ഇട്ടാണ് ഉണക്കണത്? നീ അവിടെ കൊണ്ടിട്ട് ഉണക്ക്. ആരുണക്കണ്? ഞാൻ ഇങ്ങനെ ഇതുവരെ ഇത് ഉണക്കണം കണ്ടിട്ടില്ല. ഇയാൾ ഇത് ഇടാറുണ്ടാന്ന് വരെ എനിക്ക് സംശയമാണ്. ഇയാളുടെ നാക്കിറങ്ങി പോയത് കണ്ടോ? പിന്നെ നിന്നെ കാണിച്ചോണ്ടല്ലേ ഞാനതൊക്കെ ചെയ്യണം. സുനി വേണമെന്ന് നോക്കിയോ? സുനി ഇപ്പോഴും അയാൾ ആ സാധനം ഇട്ടിട്ടുണ്ടാവില്ല. പിന്നെ കണ്ടവന്റെ പൊക്കിയൊക്കെ എനിക്ക് പണി. വാസു, താൻ ഈ സാധനം എവിടെ ഇട്ട് ഉണക്കണത്? ഞാനകത്തിട്ടാണ് ഉണക്കണം. ഇവിടെ അടുത്ത് പെൺപിള്ളേരൊക്കെ ഉള്ളതാണ്. കേട്ടല്ല, വാസു ഈ സാധനം അകത്തിട്ട് ഉണക്കണം. അപ്പൊ നീയും അകത്തുണ്ടിട്ട് ഉണക്കണം. മനസ്സിലായില്ലേ? അതൊന്നും ശരിയാവില്ല. ഇത് വെയിലുകൊണ്ട് ഉണക്കേണ്ട സാധനമാണ്. കീടാണ് പോവില്ല. പിന്നെ നിന്നേലും വലിയ കീടാണ് ഭൂമിയിലുണ്ടാവൂല. താൻ എന്തിനുള്ള പുറപ്പാടാണ്? ഞാൻ കാണിച്ചേരാടാ. തൊട്ട തമ്പി വിരോധി കേട്ടോ. മര്യാദന്റെ ഷെഡിങ്ങൾ വന്നോളൂ. അവൻ വാടകയും തരൂല. അവന്റെ ഒക്കെ കണിയും കാണണോ ഞാൻ? വാസു, ഞാൻ പറഞ്ഞേക്ക്, ആ ഷഡ്ഡിയാണ് കൊടുക്കും. ഞാൻ കൊടുക്കൂല. ആ മര്യാദന്റെ ഷാനുന്റെ ഷെഡിങ് വന്നോട്ടോ. ആഹാ, അപ്പൊ നിന്റെ അല്ലല്ലേ? എല്ലോന്റെ ഷഡ്ഡിക്ക് വേണ്ടി കിടന്ന് തമ്മി തല്ല കൊണ്ടാടു കൊടുത്തു. അയ്യോ, വലിച്ചു നീട്ടി കളഞ്ഞല്ലോ പട്ടി. ഇത് ഞാൻ ഇനി എങ്ങനെ ഇടാനാണ്? എന്റെ ഷാനുവിന്റെ ചെടി ഈ സാധനം എടുത്തോളൂ.
എൻ്റെ പട്ടിയുടെ നിന്റെ ഒക്കെ ഷട്ടി. അപ്പൊ അവനാണ് പ്രശ്നം അല്ലേ? തനിക്കെന്താ ഷഡ്ഡീനോട് ഇത്ര വലിയ ദേഷ്യം? ദേഷ്യമല്ലടാ, എല്ലാം ഓരോ ആചാരം. ആചാരങ്ങളാ? എൻ്റെ അച്ഛനും അമ്മ സമാധി ഇരുത്തിയപ്പോൾ ഞാൻ കണ്ടതാടാ ആ ആചാരം. ഷഡ്ഡി ഇടാതിരിക്കാൻ വേണ്ടി ഓരോ കാരണങ്ങളെ